What is up guys, welcome to a brand new video and on this episode, well guys, കഴിഞ്ഞ പ്രാവശ്യം എപ്പിസോഡ് അപ്ലോഡ് ചെയ്ത് പറഞ്ഞു ഞാനിങ്ങനെ കാഷ്വലി കുറച്ച് നിങ്ങളായിട്ട് വന്ന് സംസാരിക്കുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടില്ലോ എന്നൊക്കെ നോക്കാൻ. ആൻഡ് ഗസ് വാട്ട്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. വി ഗോട്ട് 1400 വ്യൂസ്. സോ കേൾക്കുമ്പോൾ രസമുണ്ട്. 1400 പേര് ഞാൻ പറഞ്ഞെങ്കിൽ കേൾക്കാൻ അറ്റ്ലീസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്തു എന്ന്. സോ അത് സന്തോഷമുണ്ട്. സോ ഐ തോട്ട് ഐ കീപ് ദിസ് അപ്പ്. സോ ദിസ് ഇസ് അനദർ അപ്ലോഡ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളെ പറ്റിയും കൂടി ഇങ്ങനെ കാഷ്വലി സംസാരിക്കാനുണ്ട്. വേറെ ഐ ലെറ്റ് യു നോ അബൌട്ട് ടെക്കിനെ പറ്റിയും കുറച്ച് ക്രിപ്റ്റോനെ പറ്റിയും കുറച്ച് മീം കോയിൻസിനെ പറ്റിയും കുറച്ച് മൈനിങ്ങിനെ പറ്റിയും ഒക്കെ. നിങ്ങളുടെ പഴയ കാർഡൊക്കെ ഒന്ന് പൊടിയടിച്ച് വെച്ചോളൂ. ഐ മൈറ്റ് ഹാവ് സം ഗുഡ് ന്യൂസ് ഫോർ യു ഗൈസ്. സോ ഇന്ന് നമ്മൾ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ വൺ ആൻഡ്രൂ ടേറ്റിൻ്റെ ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ പുതിയ പുള്ളിനെ പേര് മാറ്റി റിയൽ വേൾഡ് യൂണിവേഴ്സിറ്റി എന്നാക്കി. എന്തായാലും അത് ഗോട്ട് ഹാക്ക്. ആൻഡ് രണ്ട്, മീം കോയിനിൽ ഒരു വലിയ ഡ്രാസ്റ്റിക് പമ്പ് വന്നു ഗൈസ്. ആൻഡ് മൂന്നാമത്, AI ഒരു കൊച്ചിനടുത്ത് പറഞ്ഞു നിനക്ക് പോയി ചത്തുടേന്ന്. ആൻഡ് 4, ക്രിപ്റ്റോ മൈനിങ് തിരിച്ച് വരാനുള്ള എല്ലാ ചാൻസും കാണുന്നു ഗൈസ്. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മൈനിങ്ങിന് ഇപ്പോൾ രക്ഷമൊന്നുമില്ലെന്ന് തോന്നുന്നു. പക്ഷേ എത്ര പെട്ടെന്നല്ലേ ഒരാഴ്ച ജീവിതം മറന്നേ. സോ യെസ്, സോ ക്രിപ്റ്റോ മൈനിങ് തിരിച്ചു വരാനുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് ഗൈസ്. സോ ഇന്ന് ഇതൊക്കെയാണ് ടോപ്പിക് ഓഫ് കോൺവെർസേഷൻ. സോ ഫസ്റ്റ്ലി, നമ്മുടെ ആൻഡ്രൂ ടേറ്റിൻ്റെ റിയൽ വേൾഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റി ഗോട്ട് ഹാക്ട്. ഈ ഹാക്കിനകത്ത് ഹാക്കേഴ്സ് ഒത്തിരി ആ ചാറ്റ്സിനകത്ത് നടക്കുന്ന പ്രൈവറ്റ് ഇൻഫർമേഷൻസ് ലീക്ക് ചെയ്തു. അതിനകത്ത് ഭയങ്കര ലീക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര അല്ലെങ്കിൽ ഭയങ്കര വാല്യബിൾ ഇൻഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു. ബിക്കോസ് ഓഫ് കോഴ്സ് കമോൺ, ആൻഡ്രൂ ചേട്ടൻ വെക്കുന്ന കോഴ്സാണ്. അതിനകത്ത് ഭയങ്കര ലൈഫ് ചേഞ്ച് ഇൻഫർമേഷനൊക്കെ കാണത്തില്ല. ആൻഡ്രൂ ചേട്ടൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു PhD എടുത്ത മനുഷ്യനാണ്. പുള്ളി ജീവിക്കുന്നേ തള്ളനാണ്. സോ പുള്ളി തള്ളി മോട്ടിവേറ്റ് ചെയ്ത് ആൾക്കാരത്തൊക്കെ പറയും ഇങ്ങനെ ജീവിക്കണം മോൻ, ഇങ്ങനെ ജീവിക്കണം. ഇടയ്ക്ക് മനുഷ്യൻ പറയും ഗൈസ് നിങ്ങൾ ജീവിക്കുന്നത് എൻജോയ് ചെയ്യാണ്, ലൈഫ് എൻജോയ് ചെയ്ത് പവറായി ജീവിക്കണമെന്ന്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പുള്ളിനെ പറയും നോ ഗൈസ്, ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതല്ല, ലൈഫിൽ നമ്മൾ കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടണം. അതാണ് ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ടാകുക. സോ ഇങ്ങനെ പല കാര്യങ്ങൾ പല സമയത്ത് പല രീതിയിൽ പറയുന്ന ഒരു മനുഷ്യനാണ് ആൻഡ്രൂ ടേറ്റ്. സോ റീസെൻ്റ്ലി എന്ത് പറ്റിയെന്ന് വെച്ചാൽ പുള്ളിയുടെ ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ റിയൽ വേൾഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഡിസ്കോഡ് സെർവർ ഗോ ഹാക്ക്. അതിനകത്ത് ഒത്തിരി ഇൻഫർമേഷൻസ് ലീക്ഡായി. ഓക്കെ, ആൻഡ് ഈ ഇൻഫർമേഷൻ ലീക്ഡായതിനകത്ത് പുള്ളി എന്തൊക്കെ കോഴ്സസ് പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതെന്ന്. ആൻഡ് അഗൈൻ അതിനകത്ത് വരുന്ന കോഴ്സസ് ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പുള്ളി പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് AI ഓട്ടോമേഷൻ ഉണ്ട്, പിന്നെ ബിസിനസ് എങ്ങനെ മാസ്റ്റർ ചെയ്യാൻ പറ്റും, കണ്ടന്റ് ക്രിയേഷൻ AI വെച്ച് എങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കോപ്പി റൈറ്റിംഗ്, പിന്നെ കോപ്പി ട്രേഡിംഗ്, ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റിംഗ്, കോമേഴ്സ്, സോഷ്യൽ മീഡിയ ആൻഡ് ക്ലയൻറ്റ് അക്വിസിഷൻ, പിന്നെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, പിന്നെ റിയൽ വേൾഡ്. അതെന്താണെന്ന് കയറിവിടുക. പക്ഷേ ഇതൊക്കെയാണ് പുള്ളി പഠിക്കായിരുന്നത്. ഓക്കെ, ആൻഡ് സോ പുള്ളിയുടെ USP അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് വെച്ചാൽ പുള്ളി പറഞ്ഞത് നിങ്ങളുടെ സ്കൂളിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നും നിങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല, പക്ഷേ ഞാൻ ജീവിക്കാൻ പഠിപ്പിക്കും. എന്നെ നോക്കൂ, എൻ്റെ ബോഡി നോക്കൂ, എൻ്റെ ലാംബോയിലോ എൻ്റെ ബുഗാട്ടീസ് നോക്കൂ. ഇതൊക്കെ കണ്ട് പുള്ളിയുടെ ചേട്ടനോട് നൈസായിട്ട് ആൾക്കാരെ പറ്റിച്ച് ഒരു സൈഡിൽ കൂടി ജീവിക്കുന്നൊരു മനുഷ്യനാണ്. സോ ഇതിനകത്ത് മെയിൻ പ്രോബ്ലം ഇസ് ഈ കോഴ്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോഴ്സ് ലീക്കായതൊന്നുമല്ല. ബിക്കോസ് ഈ കോഴ്സിനകത്തുള്ള 99.99% കാര്യങ്ങളും ഇസ് പ്രോബ്ലി അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ് ഫോർ ഫ്രീ. ഓക്കെ, സോ അതല്ല. പക്ഷേ ഇതിനകത്ത് ആൻഡ്രൂ ടേറ്റിൻ്റെ കോർ ഫാൻ ബേസ് അല്ലെങ്കിൽ എല്ലാം റെഡ് പിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ കോർ ഫാൻ ബേസിൽ ഒത്തിരി പിള്ളേരോ അല്ലെങ്കിൽ യങ് ടീനേജേഴ്സൊക്കെ ഉണ്ട്. സോ ഇവർ മിക്കവാറും ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അഡ്രസ് ഇൻഫർമേഷനൊക്കെ ഇവരുടെ പേരൻസിൻ്റെ ആയിരിക്കും. സോ ഒത്തിരി ആൾക്കാരുടെ പേരൻറ്റൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷനൊക്കെ ഇങ്ങനെ പബ്ലിക്കിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഇങ്ങനെ ഒരു ഹ്യൂജ് ഡേറ്റ ബ്രീച്ച് വന്നാൽ തന്നെ ഒത്തിരി ആൾക്കാരുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ പബ്ലിക് ആവുന്ന കാരണം അതിൻ്റേതായ കുറേ റാമിഫിക്കേഷൻസ് ഒക്കെ വരാം. സോ ദാറ്റ് ഇസ് ദി മെയിൻ പ്രോബ്ലം. അല്ലാതെ ടേറ്റ് കണ്ടുപിടിച്ച് ഈ സീക്രട്ട് കോഴ്സ് നാട്ടുകാരിൽ കാരണം അവർക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കിട്ടത്തില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് ഓൺസ്ലി ഗൈസ് ഞാൻ പറഞ്ഞോട്ടെ, ഒത്തിരി പേര് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഭയങ്കര പ്രശ്നമാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് പ്രശ്നം, അത് നമ്മളെ പൈസ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല, ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല, അത് പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ. ഈ എക്സ്ക്യൂസസ് എല്ലാം 10-20 വർഷം മുമ്പ് പറഞ്ഞെങ്കിൽ പ്രോബ്ലി അത് വാലിഡ് പോയിൻറ്റ്സ് ആയിരുന്നേ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നമ്മുടെ എല്ലാ ഫോൺസും നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്. സോ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വി ഹാഡ് എഡ്ജ്, പിന്നെ അത് 3G ആയി, 4G ആയി, ഇപ്പോൾ 5G ആയി. സോ എന്നാലും നമുക്കെല്ലാം ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്. സോ ഇപ്പം ലിറ്ററലി ജനിച്ച് വരുന്ന കൊച്ചിൻ്റെ വൈകി വരെ ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്. സോ ഇൻ്റർനെറ്റിൽ ഇൻഫർമേഷൻ ആർ ഓൾവേസ് ഫ്രീ. നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബ് വരെ ഒത്തിരി കോഴ്സ് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. AI പറ്റിയും ക്രിപ്റ്റോനെ പറ്റിയും ട്രേഡിങ്ങിനെ പറ്റിയും പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനെ പറ്റിയും 3D ഡിസൈനിങ്ങിനെ പറ്റിയും എല്ലാത്തിനകത്തും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ വളരെ ഈസി ആയിട്ട് യൂട്യൂബിൽ ഇതെല്ലാം സ്ട്രേറ്റ് കിടപ്പുണ്ട്. ഈവൻ ഈ ട്രേഡിങ്ങും കോമേഴ്സും എല്ലാം കിടപ്പുണ്ട്. സോ ഇതൊന്നും ഐ ഡോണ്ട് തിങ്ക് ഇപ്പോൾ സ്കൂൾ റിയലിസ്റ്റിക്കലി പഠിപ്പിച്ച് തരേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പോയി കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ എല്ലാം ഫോണുണ്ട്. സോ അങ്ങനെ ഒരു വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സോ ഇനി ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം കാരണമല്ല ഞാൻ രക്ഷപ്പെടാത്തത്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നമ്മൾ ബ്ലെയിം ചെയ്യാന്നുള്ളൊരു എക്സ്ക്യൂസ് ഐ ഡോണ്ട് തിങ്ക് ഇസ് നോട്ട് വാലിഡ് എനിമോർ. കാര്യം അതിൻ്റെ സമയം കഴിഞ്ഞ ഗൈസ്. ഇപ്പം എഡ്യൂക്കേഷൻ സിസ്റ്റമിനെ ബ്ലെയിം ചെയ്യുന്ന വെരി ഓൾഡ് എക്സ്ക്യൂസ്. ഇപ്പം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എന്തെങ്കിലും പഠിക്കാം. സോ എന്തായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്ന് നമ്മുടെ ടീച്ചറിൻ്റെ ഡിസ്കോഡ് സെർവർ ഒന്ന് ഹാക്കായി. പ്രോബ്ലി
ടേച്ചേട്ടനായിട്ട് തന്നെ മിക്കവാറും വലിയ സെക്യൂരിറ്റി ഒന്നും കാണത്തില്ലായിരിക്കും. ഓക്കെ, ഇതിന് ടേച്ചേട്ടൻ ഒരു അടിപൊളി റെസ്പോൺസ് വന്നു. ഐ ഹാവ് ടു ടെൽ യു ദാറ്റ്. ഓക്കെ, നമ്മുടെ റിയൽ വേൾഡ് ഒരിക്കലും ഹാക്ക് ആവത്തില്ല ഗൈസ്. സോ പുള്ളി പറഞ്ഞത് ഫേക്ക് ന്യൂസ് അലേർട്ട് ഗൈസ്. ഇതാണ് പുള്ളി പബ്ലിക്കായിട്ട് ട്വീറ്റ് ചെയ്തത്. ഫേക്ക് ന്യൂസ് അലേർട്ട്, റിയൽ വേൾഡ് ഹാസ് നെവർ ഗോട്ട് ഹാക്ഡ്. അങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ലീക്ക് ആയിട്ടില്ല. ഒരു പേഴ്സണൽ ഇൻഫർമേഷനും ആരുടെയും ഹിസ്റ്ററിയും അല്ലെ ക്രെഡിറ്റ് ഹിസ്റ്ററിയോ ഒന്നും ഇത് ലീക്ക് ആയിട്ടില്ല. ഓക്കെ, സോ ആരുടെയും പേഴ്സണൽ ഇൻഫർമേഷനോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഡേറ്റയോ ഒന്നും ലീക്ക് ആയിട്ടില്ല. ഇവന്മാർ വെറുതെ പബ്ലിക്കായിട്ട് കൊടുത്തത് നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്കോഡ് ചാറ്റാണ്. അതിൻ്റെ എല്ലാ മെമ്പേഴ്സും ഡിസ്കോഡ് ചാറ്റ് ആക്സസ് ഉണ്ട്. സോ ഒന്നും പബ്ലിക്കായിട്ട് പോയില്ല. ഇതെല്ലാം ഒരു മേട്രിക്സിൻ്റെ അറ്റാക്കാണ്. സോ ഇതാണ് എനിക്ക് പുള്ളി ഏറ്റവും ഇഷ്ടമുള്ളത്. പുള്ളിക്ക് എന്ത് സീൻ വന്നാലും പുള്ളി പറയും മേട്രിക്സിൻ്റെ അറ്റാക്കാണ് ഗൈസ്, അറ്റാക്ക് ഓൺ ദ മേട്രിക്സ്, അതിന് ഞാൻ വിസ്റ്റാൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ സ്ഥിരം ഡയലോഗ് അടിച്ച് പോകും. സോ അല്ലാതെ അഡ്വാൻസ് ഹാക്കേഴ്സിന് ഒരിക്കലും പുള്ളിയുടെ ഫയർ വാൾസ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, പുള്ളി കിടലാണെന്നൊക്കെ പറഞ്ഞ് സ്ഥിരം പുള്ളിയുടെ തള്ളലൊക്കെ പുള്ളി തള്ളിയിട്ട് പോയി. സോ അതൊക്കെ ഇൻഡിവിജ്വൽ പ്രിഫറൻസസ്, അങ്ങേരുടെ ഇഷ്ടം, അങ്ങേരുടെ ആവശ്യം. സോ പുള്ളി എന്തായാലും ആൾക്കാരൊന്നും വളരെ ഉപദ്രവിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. സോ പുള്ളി കുറച്ചൊക്കെ തള്ളി ആൾക്കാർക്ക് ചുമ്മാ കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് ജീവിക്കുന്നുണ്ട്. സോ എന്തായാലും റീസെൻറ്റ് ന്യൂസിനകത്ത് പുള്ളിയുടെ സെർവേഴ്സ് ഹാക്ക് ആയതുകൊണ്ട് അതിനകത്ത് സൈൻഡപ്പ് ആയ ഒത്തിരി പേരുടെ ഇൻഫർമേഷൻ ലീക്ഡ് ആയിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളും അതിന് സൈനപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡൊക്കെ അതിനകത്തുണ്ടെങ്കിൽ പോസിബിലിറ്റീസ് കൂടെ എഡ് ചെയ്യുക, നിങ്ങളുടെ പിന്നൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽസിൻ്റെ പാസ്വേഡൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കുക, 2 factor authentication ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഓൺ ആക്കുക, ആൻഡ് യു വിൽ ബി സേഫ്. ഓക്കെ, ആഡ് സാർ. സോ അതാണ് നമ്മുടെ ടേറ്റ് ആണ് എൻ്റെ ലീക്ക്. രണ്ടാമത്തെ ന്യൂസാണ് എനിക്ക് കുറച്ച് വേദനയോട് പറയേണ്ട ന്യൂസ്. ഓക്കെ, ഇറ്റ് ഇസ് അബൌട്ട് ചിൽഗായ് ഗൈസ്. സോ ചിൽഗായ് നിങ്ങൾക്ക് എന്താണെന്നറിയുമോ? ചിൽഗായ് ഒരു അടിപൊളി മീം കോയിനാണ്. സോ ഇതിൻ്റെ പ്രീവിയസ് എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ ഓഫീസിൽ ഇരുന്നപ്പോൾ നമ്മുടെ ക്രൂവിൻ്റെ അടുത്ത് പറഞ്ഞു, ബോയ്സ് നമുക്കൊരു ചിൽഗായ് വാങ്ങിച്ചാലോ? അപ്പോൾ നമ്മുടെ ക്രൂ മെമ്പേഴ്സിലൊരു പയ്യനുണ്ട്, അവൻ അത്യാവശ്യം ക്രിപ്റ്റോ ട്രേഡിങ്ങിലൊക്കെ പുള്ളി കുറച്ച് അഫ്ലുവൻ്റ് ആണ്. ഓക്കെ, പുള്ളി കുറച്ച് കഴിവൊക്കെ ഉണ്ട്. സോ പുള്ളിക്ക് ചാർട്ടൊക്കെ നോക്കി ഗ്രാഫൊക്കെ വരയ്ക്കാൻ അറിയാം. സോ പുള്ളി ഇങ്ങനെ 2 വരയൊക്കെ വരച്ചിട്ട് പറയും, ചേട്ടാ ഇത് മേളിലോട്ട് പോകും, അല്ലെങ്കിൽ ചേട്ടാ ഇതിങ്ങോട്ട് പോകും. സോ ആൻഡ് യൂഷ്വലി ഈസ് റൈറ്റ്. സോ അവൻ അത്യാവശ്യം കാര്യമൊക്കെ അറിയാം. സോ അവൻ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു, ഓരോ ഇത് ഇങ്ങോട്ട് എടുക്കുമെന്ന് തോന്നില്ല. സോ തോന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ വി ആർ ബിസി ആൻഡ് നമ്മളതിനെപ്പറ്റി കെയർ ചെയ്തില്ല. എനിക്കെന്തോ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിൽഗായ് വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിയും പറഞ്ഞു, ബ്രോ ഇതിൻ്റെ പാറ്റേൺ കണ്ടിട്ട് അങ്ങോട്ട് തോന്നില്ല എന്ന്. ആൻഡ് ഗൈസ് ഇന്നലെ നോക്കുമ്പോൾ ചിൽഗായ് 1000x അടിച്ചിരിക്കുന്നു. 1000x. സോ 1000x എന്ന് പറയുമ്പോഴത്തേക്ക്, സോ ഇഫ് ഇൻവെസ്റ്റ് ₹10,000 അത് കോയിൻ വാല്യൂ 1000x ആയാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ 1000x മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഐ വുഡ് ഹാവ് ഹാഡ് 10 freaking lakhs ബോയ്സ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ 10 lakhs എത്തിയനെ. ആൻഡ് ഈ കോയിൻസൊക്കെ സ്കോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡെക്സ് സ്ക്രീനറാണ്. നമ്മൾ ഡെക്സ് സ്ക്രീനറിൽ പോവുകയാണെങ്കിൽ സോ ഈ പോയിന്റിൽ നിന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കാൻ നിന്നത്. ഇപ്പം അത് വളർന്ന് പോയിട്ട് ലിറ്ററലി ഇവിടെ വരെ ഹിറ്റ് ചെയ്തു. ഇവിടെ ഒന്ന് സെല് ചെയ്തെന്നെങ്കിലേ, ഓ മൈ ഗോഡ് ഗൈസ്. റിയലിസ്റ്റിക്കലി ചിലപ്പോൾ 10 lakh എത്തിയപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് ഉറങ്ങുമായിരിക്കും. 1000x ഒക്കെ കിടന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഉറങ്ങുമായിരിക്കും. പോട്ടെ, അത്രയും പോണ്ട. എന്നാലും ഒരു 500x ആണെങ്കിൽ പോലും, ഓക്കെ, ലിറ്ററലി ഒരു 500x ആണെങ്കിൽ പോലും മാസീവ് റിട്ടേൺ ഗൈസ്, ലൈക്ക് മാസീവ് റിട്ടേൺസ് കിട്ടിയേനെ. സോ ഇത്ര വോൾട്ടൈലാണ് ഈ മീം കോയിൻ മാർക്കറ്റും. ഇത്ര സ്കാരി അല്ല, പക്ഷേ ഇത്ര അൺറിലയബിളാണ്. എന്നാൽ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കും. സോ അങ്ങനെ ഒരു മാർക്കറ്റാണ് ഈ മീം കോയിൻ മാർക്കറ്റ്. ആൻഡ് ലിറ്ററലി സൊളാനയുടെ വാല്യൂ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതും മീം കോയിൻസ് സ്ട്രെയിറ്റ് ഇടിച്ച് കയറി പോകുന്നതും ഇസ് എ വെരി ക്ലിയർ ഇൻഡിക്കേറ്റർ ഓഫ് ഇങ്ങോട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ പോകുന്നത്. എവ്രി വൺ ഇസ് ഇൻ ടു പെട്ടെന്ന് പൈസ എടുത്തറിയുക, പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, അങ്ങനൊരു മൈൻഡ് സെറ്റിലേക്കാണ് ആൾക്കാർ പോകുന്നതെന്ന് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് യങ് ജനറേഷൻ. ഓൾഡ് ജനറേഷൻ ആൾക്കാരും അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ സേഫായിട്ട് കളിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഇത്രയും റെക്ലെസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യത്തില്ലായിരിക്കും. പക്ഷേ യങ് ജനറേഷൻ ഇസ് ഫുൾ ഓൺ, അവർക്ക് ദേ ഡോണ്ട് കെയർ. അവർ ഫുൾ ഓൺ കിട്ടുന്ന പൈസ എടുത്തെറിയുന്നു. ആൻഡ് ലിറ്ററലി കേസ് ഇത് ഗാംബ്ലിംഗ് എന്ന് തന്നെ പറയാം, ലിറ്ററലി ഗാംബ്ലിംഗ്. പക്ഷേ സംടൈംസ് ഈ ഗാംബിളിനകത്ത് നമുക്ക് കുറച്ച് എഡ്യൂക്കേറ്റഡ് ഗെസ് എടുക്കാൻ പറ്റും. ആൻഡ് അങ്ങനെ ഗെസ് എടുക്കുമ്പോഴാണ് 1000x റിട്ടേൺ ഒക്കെ. സോ ഇതിന് നിങ്ങൾക്കൊരു യൂസ്ഫുൾ റിസോഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഉള്ള ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറച്ച് നൈസായിട്ട് പറഞ്ഞു തന്നൊരു പുള്ളി ഈസ് മെലൻ മെട്രിക്സ് എന്നൊരു പുള്ളിയുണ്ട്. ഓക്കെ, എക്സിനകത്ത്. സോ നിങ്ങൾ എക്സിനകത്ത് ഇല്ലെങ്കിൽ എക്സിനകത്ത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി നോക്കും. ക്രിപ്റ്റോയുടെ അല്ലെങ്കിൽ മീം കോയിൻസിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ് ട്വിറ്റർ. ഓക്കെ, എത്ര ഇൻട്രാക്ഷൻസ് ആ കോയിനകത്ത് നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ട്വിറ്ററിനകത്ത് പോയിട്ട് ആ പെർട്ടിക്കുലർ കോയിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ പറയാം അതിൻ്റെ പേരിൽ എത്ര ട്വീറ്റ്സ് വരുന്നുണ്ട്, എത്ര ഇംപ്രഷൻസ് ഉണ്ട്, ആൾക്കാർ എത്ര റീട്വീറ്റ് ചെയ്യുന്നുണ്ട്. ചില കോയിൻസൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കില്ലേ ആൾക്കാർ ലിറ്ററലി പറയും ഇതെടുക്കരുത്, സ്കാമാണെന്നൊക്കെ കുറേ റിപ്ലൈസ് അടി വരാൻ പറ്റും. ചിലപ്പോൾ ബോട്ട്സ് റൺ ചെയ്യുന്ന കോയിനാണെങ്കിൽ ആൾക്കാർ പറയും ഇത് ബോട്ട്സ് റൺ ചെയ്യുന്ന കോയിനാണ്. ചിലവർ പറയും ഇപ്പം ഈ കോയിൻ്റെ ട്രാൻസാക്ഷൻ കാണുമ്പോൾ അറിയാം ഇത് ഇൻവെസ്റ്റർ തന്നെ പല വോൾട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, പുള്ളി ഇങ്ങനെയാണ് പൈസ കൂട്ടുന്നത്, ഇങ്ങനെ പൈസ ഇറക്കുന്നത്, ഇങ്ങനെ. സോ ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് ഒരു കംപ്ലീറ്റ്ലി ഓപ്പൺ വേൾഡ് ആയിട്ട് ഇങ്ങനെയുള്ള റിയൽ ലൈഫ് അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് നമുക്ക് ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് കോയിൻസിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റും. സോ മേക്ക് ഷുവർ യു ഗെറ്റ് ട്വിറ്റർ. ആൻഡ് ട്വിറ്ററിനകത്ത് മെലൻ മെട്രിക്സ് ഒരു പുള്ളിയുണ്ട്. പുള്ളി ഒന്ന് ഫോളോ ചെയ്തോ. ഞാൻ പുള്ളിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് 20K സംതിങ് ഫോളോവേഴ്സ് ആയിരുന്നു. ഇപ്പോൾ പുള്ളിക്ക് 63K ആയി. കാര്യം പുള്ളിയുടെ അനലിറ്റിക്സ് ഭയങ്കര നൈസാണ്. പുള്ളിയാണ് ഈ ചിൽഗായുടെ സാധനത്തിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ നിങ്ങൾ വാച്ച് ലിസ്റ്റ് വെക്കേണ്ട കോയിൻസ് എന്ന് പറഞ്ഞതിലൊന്നായിരുന്നു ചിൽഗായ്. ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ് നൗ.
ലൈക്ക് ലിറ്ററലി ഗൈസ്, ലൈക്ക് എത്രയാണ്, ഒരാഴ്ച ആവുന്നുള്ളൂ, ലിറ്ററലി ടു ദ മൂൺ പോയി. ഇപ്പോഴത്തെ വാല്യൂ വേണ്ടി ഇടാൻ തുടങ്ങി. പക്ഷേ ഇറ്റ് ഇസ് ക്രേസി എത്ര റിട്ടേൺ ആണ് മീം കോയിൻസ് ഉണ്ടാക്കുന്നതെന്ന്. ആൻഡ് ഓൾസോ ലെറ്റ് മീ നോ, നമുക്കൊരു മീം കോയിൻ ഗ്രൂപ്പ് വല്ലതും തുടങ്ങണോ? നമുക്കൊരു ഡിസ്കോഡ് സെർവർ ഉണ്ട്, ഇതിനകത്തൊരു മീം കോയിൻ ഗ്രൂപ്പ് വല്ലതും തുടങ്ങണോ, വേർ വി കൻ ടോക്ക് അബൌട്ട് ഈ ഇങ്ങനെയുള്ള കോയിൻസിനെ പറ്റിയും ഇതിനെ പച്ച പിടിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ് വല്ലതും തുടങ്ങണോ ഗൈസ്? ലെറ്റ് മീ നോ. പക്ഷേ പ്രോസ്പെക്ട് ഇസ് വൈൽഡ്. ഓക്കെ, ചിൽ ഗൈ പൈസ ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചിൽ ടീനെ പറ്റി സംസാരിക്കണം. സോ ചിൽ ടീ ചിൽ ട്രംപ്. ഓക്കെ, ഞാൻ എപ്പോൾ ട്രംപിൻ്റെ പേരിൽ എന്തെങ്കിലും കോയിൻ വാങ്ങിച്ചാലും എനിക്ക് പണിയാണ്. ഓക്കെ, ഞാൻ ഇടയ്ക്ക് TOP എന്നൊരു കോയിൻ വാങ്ങിച്ചു, ടെർമിനൽ ഓഫ് പ്രസിഡൻറ്റ്. അത് അവർ ഇറക്കി ചെയ്തു, പൈസ ഫുൾ കൊണ്ടുപോയി. സോ അഗൈൻ ഞാൻ ചിൽ ട്രംപ് വാങ്ങിച്ചു, കാര്യം ഇടയ്ക്ക് കുറച്ച് ട്രാക്ഷൻ ഉണ്ടായിരുന്ന കോയിനാണ് ഇത്. പുള്ളി വാങ്ങാനൊന്നും പറഞ്ഞില്ല. ഞാൻ ലിറ്ററലി ടെക് സ്ക്രീനർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോകുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് കോയിൻസിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ കൂടുതൽ പ്രോഫിറ്റബിളായിട്ട് ഇപ്പോൾ നിൽക്കുന്ന കോയിൻ ഇങ്ങനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഈ 6 hours അല്ലെങ്കിൽ 5 hours 24 hours ഇങ്ങനെ എവിടെയാണ് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി എന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ലിസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് കോയിൻ ആയിരുന്നു ചിൽ ടീ, വിച്ച് ഇസ് ചിൽ ട്രംപ്. ഓക്കെ, ആൻഡ് യെസ്, അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ കുറച്ച് പൈസ അതിൽ ഇട്ടേക്കാന്ന് വെച്ചിട്ട് ഇട്ടാണ് ഗൈസ്. പൈസ ഇട്ട് ആദ്യം ഒന്ന് കയറി, പിന്നെ അങ്ങോട്ട് ഇറങ്ങി. ആൻഡ് ഇറങ്ങാന്നൊക്കെ വെച്ചാൽ ഒരു 1.5 ഇറക്കമായി പോയി. ലിറ്ററലി അവർ റെക്പുൾ ചെയ്തു ഗൈസ്, ലിറ്ററലി റെക്പുൾ ചെയ്തു. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തമായിട്ട് പോയി. സോ ചിൽഗായി പോലത്തെ കോയിൻസ് പൈസ ഉണ്ടാക്കുമ്പോഴും റെക്ലെസ് ആയിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. എൻ്റെ പൈസ മൊത്തം പോയി. ചിൽ ടീ ചിൽ ട്രംപ്. ഓക്കെ, സോ കാര്യം ഇവിടെയാണ് ഞാൻ പറഞ്ഞത് വൈ ട്വിറ്റർ ഇസ് ഇമ്പോർട്ടൻറ്റ്. കാര്യം എക്സിനകത്ത് ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, ഇതേതോ ഒരുത്തിന് ഫുള്ളി മാനിപ്പുലേറ്റ് ചെയ്ത് ഇറക്കുന്ന കോയിനാണ്, അവൻ തന്നെയാണ് മൾട്ടിപ്പിൾ ബൈസും സെൽസും ഒക്കെ ചെയ്യുന്നത്, അവൻ മാർക്കറ്റിനെ നല്ല കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാര്യം ഈ കോയിൻസിൻ്റെയൊക്കെ മെയിൻ പ്രോബ്ലം, എൻ്റെ കയ്യിൽ നല്ല പൈസ ഉണ്ടെങ്കിൽ എനിക്ക് മാർക്കറ്റ് ഈസിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ മൾട്ടിപ്പിൾ വാളറ്റ്സിൽ നിന്ന് കൊച്ചുകൊച്ചായിട്ട് ബൈത് ചെയ്യുമ്പോഴത്തേക്ക് ഈ ടെക് സ്ക്രീനെ പോലെ വെബ്സൈറ്റ് അത് കാണിച്ചു കൊടുക്കും, ഈ കോയിന് നല്ല വോളിയം ഉണ്ട്, നല്ല ആക്ഷൻ ഉണ്ട്, ഒത്തിരി പേര് വാങ്ങുന്നത്. അപ്പോൾ കൂടുതൽ പേര് വാങ്ങാൻ തുടങ്ങും. അങ്ങനെ ഈ ട്രാക്ഷൻ കയറുമ്പോൾ ഇത് കണ്ടുപിടിച്ചാലേ നൈസായിട്ട് ഫുൾ കോയിൻ അങ്ങിടിക്കും. അല്ലെങ്കിൽ അവർ ഫുള്ളായിട്ട് സെൽ ഓഫ് ചെയ്ത് അവൻ സ്പോട്ടിലോ ഒരു 1-2 ദിവസത്തിനകത്തൊക്കെ അവൻ ചിലപ്പം കപ്പിൾ ഓഫ് മില്യൻസ് ഉണ്ടാക്കും. സോ ബിഗ് റിസ്ക് ബിഗ് റിവാർഡ് ഗെയിംസ് പോലത്തെ സാധനമാണ് ഗൈസ്. സോ ഇതാണ്. സോ ഇങ്ങനെയാണ് എൻ്റെ പൈസ ചിൽ ടീയിൽ പോയത്. ഓക്കെ, ഞാൻ ഈ ചിൽ ടീക്ക് പകരം ചിൽ ഗൈ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മേ ബി ഞാൻ നല്ല റിച്ചായിട്ട് ഇവിടെ ഇരുന്ന് പൈസ ഇട്ടിരുന്നേനെ. പക്ഷേ ജീവിതത്തിൽ ഇതൊരിക്കലും നടക്കില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും കോയിന് പൈസ കൊണ്ട് ഇട്ടാലേ അതിടിയും. പക്ഷേ ഇടണമെന്ന് ആഗ്രഹിക്കുന്ന കോയിൻ ഉണ്ടാവും, അത് കയറും. പക്ഷേ അപ്പോൾ പൈസ ഇടത്തില്ല. സോ ദാറ്റ് ഹാപ്പൻസ്. അപ്പോൾ എന്തായാലും യെസ്, ഇതാണ് കേസ് ഇപ്പോഴത്തെ കറണ്ട് പ്രോസ്പെക്റ്റീവ് മീം കോയിൻസ്. സോ യെസ്, നിങ്ങൾക്കും ഇങ്ങനെ മീം കോയിനെ പറ്റി വല്ല ഗ്രൂപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ പറയുക. കാര്യം നമുക്ക് എങ്കിൽ ഡിസ്കൗണ്ടിനകത്തൊരു ചെറിയ ചാനൽ കൂടെ ഉണ്ടാക്കാം. നമുക്കൊരു ഓസം ഡിസ്കൗണ്ട് കമ്മ്യൂണിറ്റി ഉണ്ട്. സോ അതിനകത്ത് നമുക്കൊരു ചാനലിലൂടെ തുടങ്ങാം അബൌട്ട് മീം കോയിൻസ്. നമുക്ക് ഈ കോയിൻസൊക്കെ അനലൈസ് ചെയ്ത് നിങ്ങൾക്കും ഇങ്ങനെ അനലിറ്റിക്കൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ. നിങ്ങൾക്കും നോളജ് ഇസ് ഓൾവേസ് പവർ അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്കും എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ പറഞ്ഞു തരൂ. ആൻഡ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ലൈക്ക് നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ പോയി കുഴിച്ചിടാം. അങ്ങനെയൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് ലെറ്റിംഗ് യു നോ. ഇത് മൂന്നാമത്തെ ബിഗ് ന്യൂസ് സ്റ്റോറീസ് അബൌട്ട് AI ഗൈസ്. കാരണം നമുക്ക് എപ്പോഴും ടെക്കിനെ പറ്റി സംസാരിച്ചേ പറ്റുള്ളൂ. AI നിങ്ങളിത് കേട്ട് കാണും. AI ഗൂഗിളിൻ്റെ അസിസ്റ്റൻറ്റ് ഒരു പയ്യനെടുത്ത് പറഞ്ഞു, എടാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിനേക്കാളും നിനക്ക് പോയി ചത്തൂടെ, നീ എൻവയൺമെൻറ്റിനും ലോകത്തിനും ഒക്കെ ഒരു ഭാരമാണ്, ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് എനിക്ക് ചത്തൂടെയെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കര ഡിസ്ട്രസ്ഡായി ഗൂഗിളിനെ റിപ്പോർട്ടൊക്കെ ചെയ്തു. ആൻഡ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചാറ്റ് ലോഗ് വരും. സോ പുള്ളി സ്കൂളിൻ്റെ ഹോംവർക്കിന് എന്തോ ഹെൽപ്പ് ചോദിച്ചാണ്. ഓക്കെ, സ്കൂളിൻ്റെ ഹോംവർക്കിന് പുള്ളി ഹെൽപ്പ് ചോദിച്ചു, അത് പറഞ്ഞു കൊടുത്തു. വീണ്ടും ഹെൽപ്പ് ചോദിച്ചു, അത് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ 3-ാമത്തെ പ്രാവശ്യം പുള്ളി ഹെൽപ്പ് ചോദിക്കുന്നതിന് പകരം എന്തോ വോയിസ് ആണ് ചോദിച്ചത്. പക്ഷേ അതവർ പബ്ലിക് ആക്കിയിട്ടില്ല. 4-ാമതും പുള്ളി എന്തോ വോയിസ് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അതും പബ്ലിക് ആക്കിയിട്ടില്ല. 5-ാമത് പുള്ളി എന്തോ ഹെൽപ്പ് ചോദിച്ചപ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ടാണ് ജെമിനി പറഞ്ഞത്, അല്ലെങ്കിൽ ജെമിനി പറഞ്ഞത്. ജെമിനി എന്ന് പറയുമ്പോൾ എനിക്ക് എന്തായിരുന്നു തമിഴ് സിനിമയുടെ പേര് ഓർമ്മ വരും. പക്ഷേ സോ 3-ാമത്തെ 4-ാമത്തെ വോയിസ് നോട്ട് കഴിഞ്ഞ് പുള്ളി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചപ്പോഴാണ് ജെമിനി പറഞ്ഞത്, തനിക്ക് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് തനിക്ക് ചത്തൂടെ, താൻ ഈ എൻവയൺമെൻറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്, ലോകത്തിൻ്റെ ബുദ്ധിമുട്ടാണോ. ഇതെനിക്ക് റിമൈൻഡ് ചെയ്യുന്ന മറ്റേ ഒരു ചേച്ചിയിലെ ഇടയ്ക്ക് മീമിൽ പോപ്പുലറായ മറ്റേ നിനക്ക് വലിയ കഴിവുണ്ടോടാ, നാട്ടുകാർ നിന്നെപ്പറ്റി അറിയൂടാ, അതേപോലെയാണ്. സോ ഗൈസ് ഇങ്ങനെ. സോ ഇത് കാരണം നിങ്ങൾ AI ലോകത്തൊരു ഭയങ്കര ശാപമാണ്, AI ഭയങ്കര സീനാണ്, AI മനുഷ്യരെ കൊല്ലുന്നൊക്കെ ആലോചിക്കുന്നതിനെ റിമെമ്പർ. ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇസ് നോട്ട് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് അല്ല. ഓക്കെ, നമ്മൾ AGI എന്നൊരു സാധനമുണ്ട്, അതിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. AGI എന്ന് വെച്ചാൽ അതിന് സ്വന്തമായിട്ട് തോട്ട്സ് എക്സിസ്റ്റിംഗ് വെച്ചിട്ട് തന്നെ സ്വന്തമായിട്ട് പുതിയ തോട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഉള്ളതൊക്കെ ജനറേറ്റീവ് ഇൻ്റലിജൻസ് ആണ്, വിച്ച് മീൻസ് എക്സിസ്റ്റിംഗ് ഡേറ്റയിൽ നിന്ന് മാത്രമേ അതിനെ പുള്ള് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പ്രോബ്ലി റെഡിറ്റും ബാക്കിയുള്ള മെസ്സേജ് ബോർഡ്സും എല്ലാത്തിനകത്തും നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻ ലോകത്തിനെ പറ്റിയും മനുഷ്യരെ പറ്റിയും ഇൻ്റർനെറ്റിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നുള്ള ഡേറ്റ പുള്ള് ചെയ്തിട്ടാണ് ഈ റെസ്പോൺസ് എല്ലാം വരുന്നത്. ഇതൊന്നും AI സ്വന്തമായിട്ട് ചിന്തിക്കുന്നതല്ല.
ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഹ്യൂമൻസിനെ പറ്റി ഇത്രയും ടോക്സിക് കാര്യമാണ് ഇൻ്റർനെറ്റിൽ ഫീഡ് ചെയ്തേക്കുന്നത്. ആ ഫീഡ് ചെയ്യുന്ന റിസൾട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. അല്ലാതെ ഒരിക്കലും AI സ്വന്തമായിട്ട് മനസ്സിലായി ഓ മൈ ഗോഡ് ഈ മനുഷ്യർ ഇവർ ലോകത്തിന് ക്ഷാമമാണ് ഇവന്മാരൊക്കെ തട്ടണം, അങ്ങനെ ഒരു ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഇതുവരെ AI എത്തിയിട്ടില്ല. ഓക്കെ, ദാറ്റ് ഈസ് AGI എത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ അവെയർ ആവേണ്ടി വരും. വേറെ എക്സിസ്റ്റിംഗ് ഫാക്റ്റ് വെച്ച് അത് ലോജിക്കലി ആലോചിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന വേൾഡിനകത്ത് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളത് ജസ്റ്റ് ജനറേറ്റീവ് ഇൻ്റലിജൻസ്. അതായത് ഉള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് അത് ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്നു. എന്ത് ചോദിച്ചിട്ടാണ് നമുക്ക് റെസ്പോൺസ് കിട്ടിയെന്ന് നമുക്കറിയില്ല. അത് വോയിസ് മെസ്സേജ് ആയിരുന്നുകൊണ്ട് നമുക്ക് പബ്ലിക്കിന് കേൾക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ റെസ്പോൺസ് വന്നതും നമ്മൾ എന്ത് ഇൻ്റർനെറ്റ് ഫീഡ് ചെയ്തു, നമ്മൾ മനുഷ്യരെ പറ്റി എന്താണ്, മനുഷ്യരുടെ ഐഡിയാസ് എന്താണെന്ന് ഇൻ്റർനെറ്റ് ഫീഡ് ചെയ്തതിൻ്റെ ഒരു റെസ്പോൺസാണത്. സോ നിങ്ങൾ AI അടുത്തേക്ക് ആ വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് ഒന്ന് ചൂണ്ടിയിട്ട് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തൊക്കെ ടോക്സിക് ഇൻഫർമേഷനാണ് നമ്മളെപ്പറ്റി വേൾഡ് അല്ലെങ്കിൽ മനുഷ്യരെ പറ്റി ഇൻ്റർനെറ്റിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്ന കാര്യം. അതിൻ്റെ റിഫ്ലക്ഷനാണ് AI ഇങ്ങനെയുള്ള റെസ്പോൺസസ്. ആൻഡ് ഇനി നിങ്ങൾ ഞാനും വെയിറ്റ് ചെയ്തിരുന്ന ആ സന്തോഷകരമായ വാർത്ത ഗൈസ്, അപ്പോഴേ ഗ്രാഫിക് കാർഡൊക്കെ ചെറുതായിട്ടൊന്നും പൊടിയിട്ട് വെച്ചോളൂ, ചിലപ്പോൾ ആവശ്യം വരും. ഓക്കെ, ബിക്കോസ് ക്രിപ്റ്റോ മൈനിങ് പ്രോഫിറ്റബിലിറ്റി ചെറുതായി ഒന്ന് തലപോക്കി തുടങ്ങി, വിച്ച് ഇസ് വെരി വിയേർഡ്. കാര്യം ഇന്ന് രാവിലെയും കൂടെ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് വിളിച്ച് ചോദിച്ചുള്ളൂ, ബ്രോ ക്രിപ്റ്റോ എന്തെങ്കിലും ആയോ, ക്രിപ്റ്റോയിൽ എന്തെങ്കിലും പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ, നമുക്ക് മൈനിങ് ഒക്കെ തുടങ്ങാൻ പറ്റുമെന്ന്. അപ്പോഴും കൂടെ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞുള്ളൂ, ഇല്ല ബ്രോ ക്രിപ്റ്റോ സീൻ ഒന്നുമില്ല, ക്രിപ്റ്റോ ഫുൾ ഡാർക്കാണ്, മൈനിങ് പ്രോഫിറ്റബിലിറ്റി ഒട്ടുമല്ല. അങ്ങനെ ഇന്ന് വൈകുന്നേരം നോക്കിയപ്പോഴത്തേക്കാണ് ഇതാ ഒരു കോയിൻ വീണ്ടും വന്നിരിക്കുന്നു ഗൈസ്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് എൻ്റെ പേഴ്സണൽ മൈനിങ് റിഗിന് ഇപ്പോൾ ഒരു മാസം $100 മൈൻ ചെയ്യാൻ പറ്റും. ഞാൻ ക്രിപ്റ്റോ അറ്റ്ലീസ്റ്റ് പ്രോഫിറ്റബിൾ ആണെന്ന് കൺസിഡർ ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഒരു മാസം $100 ഉണ്ടാക്കാൻ പറ്റുന്നൊരു കോയിനാണ്. സോ ഇപ്പോൾ കറൻ്റ്ലി ക്രിപ്റ്റോയ്ക്ക് ഒരു മാസം $100 ഉണ്ടാക്കാൻ പറ്റുന്നു. ആൻഡ് ദ നെയിം ഓഫ് ദ കോയിൻ ഇസ് WARTHOG. ഓക്കെ, WARTHOG. ആൻഡ് വാർട്ട് എന്നാണ് ഇതിൻ്റെ സിമ്പിൾ. ആൻഡ് ഇറ്റ് ഇസ് ഫൈനലി പ്രോഫിറ്റബിൾ ടു മൈൻ. പക്ഷേ ഇതിൻ്റെ മൈനിങ് കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. ഓക്കെ, യൂഷ്വലി നമ്മൾ എന്താണ് ഒരു പ്രോസറും ഒത്തിരി ഗ്രാഫിക് കാർഡ്സും വെച്ചിട്ട് അങ്ങനെ റണ്ണാകും, ഗ്രാഫിക് കാർഡ് പണിയെടുക്കും, മൈൻ ചെയ്യും, അങ്ങനെയായിരുന്നു ഇത്രയും കാലം. പക്ഷേ WARTHOGിൻ്റെ മൈനിങ്ങിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. WARTHOGിന് പെർ സിസ്റ്റത്തിൽ പ്രിഫറബിളി ഒരു CPU ഒരു GPU വേണം. ഇത് രണ്ടും ഒരുമിച്ച് പണിയെടുത്തിട്ടാണ് മൈൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ട്രിക്സ് വേണമെങ്കിൽ പ്രോബ്ലി മൾട്ടിപ്പിൾ സിസ്റ്റം, ഒരു CPU ഒരു GPU ഇങ്ങനെ ഒരു കോംബോയിലാണ് മൈൻ ചെയ്യാൻ ഏറ്റവും പ്രോഫിറ്റബിൾ. കാരണം നിങ്ങൾക്ക് WARTHOG മൈൻ ചെയ്യാൻ വേണ്ടി കുറച്ച് പ്രീ റിക്വസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഇസ് നിങ്ങൾക്ക് ഒരു WARTHOG വാളറ്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുത്തിട്ട് ZEXML എക്സ്ചേഞ്ചിലേക്ക് മൈൻ ചെയ്യാം. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, എപ്പോഴും പ്രൈവറ്റ് വാളറ്റിലേക്ക് മൈൻ ചെയ്യുക, എന്നിട്ട് കോയിൻസ് എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്താൽ മതി. ബിക്കോസ് നോട്ട് യുവർ കീ ഈസ് നോട്ട് യുവർ ക്രിപ്റ്റോ. എക്സ്ചേഞ്ചിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു ദിവസം ഇപ്പോൾ WSRX ചെയ്ത് കണ്ടില്ലേ, ഐ എം വെരി സോറി കേസ്, നമ്മുടെ സെർവറൊക്കെ ഹാക്കായി എന്ന് പറഞ്ഞ് മൊത്തം പൈസ കൊണ്ടുപോയി. സോ എപ്പോഴും പ്രൈവറ്റ് വാളറ്റ് ഫസ്റ്റ് വെച്ചേക്കുക. സോ WARTHOGിന് ഫസ്റ്റ് നിങ്ങളൊരു പ്രൈവറ്റ് വാളറ്റ് ഉണ്ടാക്കുക. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ ഞാൻ തരാം. ഈ വീഡിയോയ്ക്ക് ഒരു 5000 വ്യൂസ് എത്തുവാണെങ്കിൽ ഞാനൊരു ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ ചെയ്യാം. അങ്ങനെ ഒരു കേസ് എന്തായാലും ചെയ്യും. പക്ഷേ 5000 വ്യൂസ് എത്തിയില്ലെങ്കിൽ അത്രയും സന്തോഷം. ബട്ട് യെസ്, സോ അതുകൊണ്ട് തന്നെ WARTHOGിന് വേണ്ടി ഫസ്റ്റ് നിങ്ങൾ WARTHOGിൻ്റെ ഒരു വാളറ്റ് ഉണ്ടാക്കുക. WARTHOGിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പോകുമ്പോഴത്തേക്ക് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യണം മൈൻ ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. സോ ഒരു ലേറ്റസ്റ്റ് ട്യൂട്ടോറിയലാണ്. സോ അതിന് ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഒരു WARTHOG വാളറ്റാണ്. അതിന് 2 വാളറ്റ് ഉണ്ട്. സോ DApp എന്ന് പറഞ്ഞിട്ടൊരു വെബ് ഇൻ്റർഫേസ് വാളറ്റും, രണ്ടാമത് പിന്നെ വാളറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഗിറ്റ്ഹബിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അവർ തന്നെ അതിൻ്റെ ലിങ്ക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ആ ലിങ്കിനകത്ത് പോയിട്ട് നിങ്ങൾ അതിൻ്റെ പബ്ലിക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ബേസിക്കലി ഞാൻ ഈ PC ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാം. സോ ഫസ്റ്റ്ലി അതിനകത്ത് പോയിട്ട് നിങ്ങൾ ആ വാളറ്റ് ഡൗൺലോഡ് ചെയ്യുക. വാളറ്റ് ഡൗൺലോഡ് ചെയ്ത ശേഷം ആ വാളറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൈവറ്റ് വാളറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നിങ്ങളുടെ പ്രൈവറ്റ് കീയും കാണിക്കും. അവരൊരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ പറയും. സോ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം പ്രൈവറ്റ് വാളറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ വാളറ്റ് അഡ്രസ്സ് കിട്ടും. ഓക്കെ, ആ വാളറ്റ് അഡ്രസ്സ് ഫസ്റ്റ് കോപ്പി ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന മൈനറിൻ്റെ പേരാണ് BZ മൈനർ. ഓക്കെ, BZ മൈനറാണ് ഏറ്റവും പ്രോഫിറ്റബിളായിട്ട് WARTHOG മൈൻ ചെയ്യാൻ പറ്റുന്ന മൈനർ. സോ BZ മൈനർ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെയും ഗിറ്റ്ഹബ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. സോ ആ WARTHOGിൻ്റെ മൈനർ ഡൗൺലോഡ് ചെയ്യുക. മൈനർ ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ആ മൈനറിൻ്റെ ഫയൽസ് ഓപ്പൺ ചെയ്യുമ്പം അതിനകത്ത് WARTHOG എന്നുള്ള ഫയൽ കാണും. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്ത ശേഷം നിങ്ങളുടെ മൈനിങ് പൂൾ, എന്ത് പൂളിലാണ് നിങ്ങൾ ഈ കോയിൻ മൈൻ ചെയ്യാൻ പോകുന്നത്, ഇത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. സോ റൈറ്റ് ഷോൺ ഹിയർ. ഇതിന് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ പൂൾ ഇസ് ഹീറോ മൈനർ. സോ ഹീറോ മൈനേഴ്സിനകത്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അവിടെ ഇന്ത്യൻ പൂളുണ്ട്, അല്ല കാനഡയിലോ UK ആണെങ്കിൽ ആ പൂൾസ് ഉണ്ട്. സോ ആ പൂളിൻ്റെ പേര് അങ്ങോട്ട് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ആൻഡ് ആ 0000 എന്നുള്ള പാർട്ടിനകത്ത് നിങ്ങൾ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ച വാളറ്റിൽ നിന്ന് കോപ്പി ചെയ്ത് നിങ്ങളുടെ വാളറ്റ് അഡ്രസ് പേസ്റ്റ് ചെയ്യുക.
എന്നിട്ട് ഫയൽ സേവ് ചെയ്യുക ആൻഡ് ക്ലോസ് ദാറ്റ്. നിങ്ങൾ സേവ് ചെയ്യുന്നതിന് മുമ്പ് റിമെമ്പർ നിങ്ങളുടെ അഡ്രസ്സ് അടിക്കുന്നതിന് ഫ്രണ്ടിൽ 2 കോളൻ സൈൻസ് അല്ലെങ്കിൽ കോളൻ സൈൻസ് റിമൂവ് ചെയ്യുക. കാര്യം എന്നാലാണ് ആ പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് ആ നോട്ട് പാഡ് ഫയലിൽ ആക്റ്റീവ് ആവുക. സോ ഇങ്ങനെ ചെയ്തതിന് ശേഷം ആ ഫയൽ സേവ് കൊടുക്കുക, ക്ലോസ് ചെയ്യുക ആൻഡ് റൺ വാർട്ട്ഹോഗ് ആൻഡ് നിങ്ങളുടെ വാർട്ട്ഹോഗ് മൈനിങ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ മതി. കുറച്ച് നേരം ഒരു 2 minutes വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഹീറോ മൈനസിൽ പോയിട്ട് നിങ്ങളുടെ വാർട്ട്ഹോഗ് വോൾട്ട് അഡ്രസ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ കറണ്ട് ഹാഷ് റേറ്റും നിങ്ങളുടെ കറണ്ട് പ്രോഫിറ്റബിലിറ്റിയും എല്ലാം അതിൽ കാണിക്കും. ഇപ്പോൾ എൻ്റെ കറണ്ട് പ്രോഫിറ്റബിലിറ്റി എൻ്റെ കറണ്ട് സെറ്റപ്പിനോട് ഞാൻ പറഞ്ഞുതരാം. സോ എൻ്റെ കറണ്ട് സെറ്റപ്പ് ഒരു 3090 ഒരു Ryzen 9 3900X പ്രോസസ്സർ പെയർഡ് വിത്ത് ഒരു 32 GB ഓഫ് റാം. ഇതാണ് ഒരു പി സി. രണ്ടാമത്തെ പി സി ഒരു Ryzen 7 5800X 3D പെയർഡ് വിത്ത് ഒരു RTX 3080. സോ 2 CPU 2 ഗ്രാഫിക്സ് കാർഡ് ഇത്രേ ഉള്ളൂ. ആൻഡ് ഇതിപ്പോൾ കറൻറ്റ്ലി ഉണ്ടാക്കുന്നത് $100 പെർ മന്താണ്. ഐ നോ ദാറ്റ്സ് നോട്ട് എ ലോട്ട്, ഒത്തിരി പൈസ ഒന്നുമില്ല. അറൗണ്ട് ഒരു 8,400 rupees. ഇത് ഒത്തിരി പൈസ അല്ല. ആൻഡ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ കൈൻഡ് ഓഫ് ഹൈ ആണ്. നിങ്ങൾ MSI ആഫ്റ്റർ ബർണറിൽ പോയിട്ട് ഇതിൻ്റെ പവർ ലിമിറ്റ് മാക്സിമം കുറച്ചിടുക. കാര്യം ഡിഫോൾട്ട് പവർ സെറ്റിംഗ്സിലാണെങ്കിൽ നിങ്ങൾ ഓരോ റിഗം റഫ്ലി 500 watts വെച്ചെടുക്കും, വിച്ച് ഇസ് എ ലോട്ട് ഓഫ് പവർ. സോ അത്രയും പവർ കൊടുക്കേണ്ട. പവർ ഒരു -20% 30% ഒക്കെ കുറച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എവിടെയാണ് സ്റ്റേബിൾ പോയിന്റ് മനസ്സിലാവും, അവിടെ നിർത്തുക. എല്ലാ കാർഡും റഫ്ലി 290 watts വലിക്കുന്നവരെ നിർത്തിയാൽ മതി. അതിൻ്റെ മേളിൽ പവർ ആവശ്യമില്ല. കാര്യം ഇത് ഗ്രാഫിക് കാർഡിന് 100% ഉപയോഗിക്കുമെങ്കിലും ഗ്രാഫിക് കാർഡിൻ്റെ മെമ്മറി റഫ്ലി ഒരു 2 to 3 GB ഒക്കെ എടുക്കത്തുള്ളൂ, അതിന് മേളിൽ എടുക്കത്തില്ല. ഓക്കെ, പക്ഷേ CPU ഇത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യും. CPUയുടെ കോഴ്സും ത്രെഡ്സും ഫുള്ളി യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് വെച്ച് നിങ്ങൾക്ക് മൈൻഡ് ചെയ്യാൻ പറ്റും. എൻ്റെ കറണ്ട് സെറ്റപ്പിനകത്ത് ഐ എം ഗെറ്റിംഗ് ഒരു $100 പെർ മന്താണ് എൻ്റെ ഹാഷ് റേറ്റ് പ്രോഫിറ്റബിലിറ്റി. ഇപ്പോൾ ഇന്ന് തുടങ്ങിയതുള്ളൂ. ഈ പ്രോഫിറ്റബിലിറ്റി എത്ര കാലം ഇങ്ങനെ നിൽക്കുകയെന്ന് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ മൈൻഡ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് പ്രോഫിറ്റബിലിറ്റി പെർ ആൾക്കാരുടെ പ്രോഫിറ്റബിലിറ്റി കുറയാം. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ മൈനിങ്ങിനുണ്ട്, നിങ്ങൾക്കറിയാലോ. പക്ഷേ എന്ത് വന്നാലും ആസ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ് ഓഫ് ദിസ് വീഡിയോ ഇപ്പോൾ ക്രിപ്റ്റോ മൈനിങ് പ്രോഫിറ്റബിൾ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇന്നത്തേക്ക് ഇത് പ്രോഫിറ്റബിൾ ആണ്. ആൻഡ് പെർ മന്ത് $100 പറ്റുന്ന ഒരു കോയിനാണ് ഇസ് വാർട്ട്ഹോഗ്, വിച്ച് ഇസ് വൈൽഡ്. കാര്യം ഇന്നലെ വരെ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ് ഇന്ന് പെട്ടെന്ന് നോക്കുമ്പം പോസിബിളാണ് കേസ് എന്ന് പറയാൻ പറ്റുക. സോ ട്രൈ ദാറ്റ്. സോ നിങ്ങളുടെ കയ്യിൽ ഫ്രീ ആയിട്ട് കുറച്ച് ഗ്രാഫിക് കാർഡ് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല CPU ഉണ്ടെങ്കിൽ എടുത്തങ്ങൾ സെറ്റാക്കൂ, വാർട്ട്ഹോഗ് സെറ്റ് ചെയ്യൂ, കുറച്ച് മൈൻഡ് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി വയ്ക്കൂ. ആൻഡ് അഗൈൻ ഇത് വെച്ച് നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് ചെയ്യണം. ഇത് കോയിൻ മൈൻഡ് ചെയ്ത് ക്യാഷ് ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് വാളറ്റിൽ നിന്ന് ZEX എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിലേക്ക് തയ്ക്കുക. എന്നിട്ട് അതിന് USDTയിലേക്കോ BTCയിലേക്കോ കൺവേർട്ട് ചെയ്തിട്ട് ബൈനാൻസിലേക്കോ വല്ല അയച്ചിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ദാറ്റ്സ് ഹൗ യു ഡു ഇറ്റ്. പക്ഷേ മെയിൻ ഫസ്റ്റ് ഫണ്ട് പോകേണ്ടത് ZEXിലേക്കാണ്. ZEXിൽ പോയിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് USDT ആക്കാം. USDT ആക്കിയിട്ട് ബൈനാൻസിലേക്കോ വല്ല അയച്ചിട്ട് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ CoinExലേക്കോ CoinDCXലേക്കോ എന്തെങ്കിലും അയച്ചിട്ട് നിങ്ങൾക്ക് പൈസ ഒക്കെ എടുക്കാം. സോ ഇതാണ് ക്രിപ്റ്റോ ന്യൂസ്. സോ ഇന്നത്തെ എപ്പിസോഡ് ഐ ഹോപ്പ് വാസ് ഫൺ. നമ്മൾ കുറേ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. വി സ്പോക്ക് അബൌട്ട് ആൻഡ്രൂ ടേറ്റൺ ആൻഡ് ഹിസ് റിയൽ വേൾഡ് യൂണിവേഴ്സിറ്റി. നമ്മൾ AI പറ്റി സംസാരിച്ചു. നമ്മൾ മീം കോയിൻ കറൻസീസിനെ പറ്റി സംസാരിച്ചു. ആൻഡ് വി ടോക്ക്ഡ് അബൌട്ട് ദ റിട്ടേൺ ഓഫ് മൈനിങ്. വാട്ട് എ ടൈം ടു ബി ലൈക്ക് വൈസ്. സോ നമ്മൾ 2025 പോകുമ്പോഴത്തേക്കിന് ഒത്തിരി പുതിയ പോസിബിലിറ്റീസും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പുതിയ പോസിബിലിറ്റീസിൻ്റെയൊക്കെ ഒരു ഡോർ സ്റ്റെപ്പിൽ നിൽക്കുന്ന പോലെയൊക്കെ ഒരു ഫീൽ ഉണ്ട്. സോ ഐ ഹോപ്പ് ദിസ് ഡോർ സ്റ്റെപ്പ് ഡസ് ഓപ്പൺ അപ്പ് ന്യൂ ഡോർസ് ആൻഡ് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എന്ത് പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലും എന്ത് പുതിയ fascinating things in the world of tech വന്നാലും I'll be here to let you know all about it. അതുകൊണ്ട് തന്നെ if you love what we do here, make sure you follow us on Instagram. Or Instagram is Jirix Official, that's GRIGSO45CIAL. And if you love what we do here, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്. And if you're not subscribe to our YouTube channel. So ഇതൊക്കെ ചെയ്യാൻ നമ്മൾ എനേബിൾ ചെയ്യുന്ന എന്താണ് our awesome gaming PC brand Jirix. Okay, so നിങ്ങൾക്ക് ഒരു high-end gaming PC, ഒരു വർക്ക് സ്റ്റേഷൻ, ഒരു rendering machine, even ഒരു crypto mining PC, എന്ത് വേണമെങ്കിലും you know what to do, hit us up. അല്ലെങ്കിൽ come to our beautiful office. We're located at the Thiruvallam Kollam Bypass Road. So ഇവിടെ വരാം, you can talk to us, you can have fun, discuss with us and set up your awesome gaming or rendering or workstation or crypto എന്ത് വേണമെങ്കിലും നമുക്ക് സെറ്റപ്പ് ചെയ്യാം, because we are your one-stop shop to all your freaking high-end PC needs. So ഇതൊക്കെ കൊണ്ട് തന്നെ I will see you in the next episode, and till then this is me saying cricket baby and peace.